ഓരോ കർമ്മം ചെയ്യുമ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് കർമ്മം നമുക്കറിയില്ല നമ്മളെപ്പോഴാണ് മരിക്കുകയെന്ന്. നമ്മളെ വിചാരം എന്താ പറയുക, നമുക്കെപ്പോഴും നമ്മൾ പിശാച് നമ്മളെ മനസ്സ് കിട്ടുന്നത് എന്താ വെച്ചാൽ നമ്മൾ ഇനിയും കുറേ കഴിഞ്ഞിട്ടേ മരിക്കാന്നാണ്. എൻ്റെ വല്യാപ്പ കണ്ടല്ലോ എത്ര കഴിഞ്ഞിട്ടേ മരിച്ചറിയോ, 110 വയസ്സാണ്. അവസാനം ഇവിടെ തൊണ്ടക്ക് ക്യാൻസർ ആയിട്ടാണ് മരിച്ചു. 110. ഇതിൻ്റെ ഞാൻ പറയാം, ആൾക്കാർ പറയാം എൻ്റെ ബാപ്പി 100. അപ്പോൾ ഞാനും 100 പറയണേ. എൻ്റെ മകൻ്റെ കല്യാണം കഴിഞ്ഞ് ഓൻ്റെ പേരക്കുട്ടീൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ മരിച്ചുള്ളൂ. ഖബർ എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ വിദൂരത്തായിട്ടാണ് കാണുന്നത്. നമ്മളെ മരണത്തെ നമ്മൾ പ്രതീക്ഷിക്കണില്ല, ആഗ്രഹിക്കൽ പോട്ടെ, പ്രതീക്ഷിക്കണില്ല. അത് വളരെ വിദൂരത്തായിട്ട് നമ്മൾ പാടില്ല സഹോദരങ്ങളെ. മരണം എന്ന് പറഞ്ഞാൽ എപ്പോൾ വേണമെങ്കിലും വരും. ഈ പ്രസംഗം അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ചിലപ്പോൾ ഞാൻ ഇവിടുന്ന് മരിച്ചു, ഞാൻ ഇവിടെ വീണ് മരിക്കും. സിമ്പിളായിട്ട് പറയാം, അത് അറ്റാക്കാണ്. പെട്ടെന്ന് ഹാർട്ടിൽ നിന്ന് അറ്റാക്കാം. മൂപ്പരിങ്ങനെ വയറിന് നടക്കല്ലേ. അപ്പോൾ അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. പാവല്ലേ, കഴിഞ്ഞു, പരിപാടി കഴിഞ്ഞു, അത്രേ ഉള്ളൂ. ഈ ഇരിക്കണ നിങ്ങളെ ഇവിടുന്ന് നിങ്ങൾക്ക് നീച്ചാൻ പറ്റുന്ന ഒരു ഉറപ്പില്ല. വേറെ ആരെങ്കിലും ഒന്ന് നീപ്പിച്ചൊരവസ്ഥ ഉണ്ടാവും. മനുഷ്യൻ വളരെ ദുർബലനാണ്. നിങ്ങൾ ആലോചിക്കുക, എത്ര ആൾക്കാർക്ക് സ്ട്രോക്ക് എന്നൊക്കെ പറഞ്ഞാൽ എന്താ, ഒരു ഭാഗം കൊയ്യാണ് കഴിഞ്ഞില്ലേ. വലത്തെ ഭാഗം ഇടത്തെ ഭാഗം കൊയ്ഞ്ഞാൽ വർത്താനം കൂടി പോയി, സംസാരം പോകും അതിൻ്റെ കൂട്ടത്തിൽ. എന്തിനു പറ്റും പിന്നെ അങ്ങനെ പെണ്ണുങ്ങൾ പിടിച്ച് കൊണ്ടുവരാം ഫിസിയോതെറാപ്പിക്ക്. അങ്ങനെ കാണാം, തെറാപ്പിനോടെ പോയി ഇന്നാൽ മതി. എത്ര സ്ട്രോക്കുകാരെ വരുന്നത്. പണ്ടൊക്കെ വയസ്സന്മാരായിരുന്നു, ഇപ്പോൾ വയസ്സൊന്നുമില്ല. 30, 35, 40 വയസ്സായ ആൾക്കാരൊക്കെയാണ് പെണ്ണുങ്ങളിങ്ങനെ പിടിച്ച് ഫിസിയോതെറാപ്പിക്ക് കൊണ്ടുവരുന്നത്, ഒരു ഭാഗം താങ്ങിയിട്ട്. ഈ ഇരിക്കണോടത്തുനിന്ന് സംഭവിക്കും സഹോദരങ്ങളെ. ഇതിനൊന്നും കുറേ സമയം വേണ്ട. ഈ ഇരിക്കണ ഇരുത്തത്തിൽ ചുണ്ടന് കോടി തൊള്ളിന്ന് ഇങ്ങനെ കേലണ്ട് ഒഴിച്ചാണ് മുഖം സൈഡിക്ക് കൊണ്ടുപോയി സ്കാൻ ചെയ്താൽ പറയും സ്ട്രോക്കാണ്, കഴിഞ്ഞു. മൂപ്പര പള്ളിക്കൊക്കെ ക്ലാസ്സിൽ ഇരിക്കുമ്പോൾ സ്ട്രോക്കായി. ചിലപ്പോൾ 4 ആളൊക്കെ വന്ന് കാണുമായിക്കാരം, കഴിഞ്ഞു. പിന്നെ ഞങ്ങളൊന്നും ആർക്കും ഓർമ്മ ഉണ്ടാവില്ല. പിന്നെ ഇവിടെ തെറാപ്പിൻ്റെ അവിടെ നിന്നൊക്കെ കണ്ടാലേ ഞങ്ങളിപ്പോൾ തെറാപ്പി തന്നെ ചോദിച്ചു, അത്രേ ഉള്ളൂ. ഇതൊക്കെ എപ്പോഴാണെങ്കിലും നിൽക്കും. ഒരു പള്ളിയിലിരുത്ത് മാറുന്നില്ല. 2 ദിവസം കുടി കുടിച്ച് നോക്കി, മറ്റേ ചുക്കൊള്ളും വെള്ളം കുരുളൊക്കെ ഇട്ട് കുടിച്ച് മാറുന്നില്ല. അപ്പോൾ മനസ്സിലായി ഇതെന്തോ കുഴപ്പം, സ്കാൻ ചെയ്യണമെന്ന്. സ്കാൻ ചെയ്തു, ക്യാൻസറാണ്, കഴിഞ്ഞില്ലേ. വയറിന് ലിവറിനൊക്കെ എത്തിക്കണേ, ചികിത്സയൊന്നും ഇല്ലാന്ന്. ഇതൊക്കെ ആർക്കും വരാം. ഇതൊക്കെ എത്രയോ ഇന്നിപ്പോൾ ഞാൻ ഈ പറയുന്ന നേരമാകുമ്പോഴത്തിന് ഈ നേരം പോലത്തെ ഈ നേരമാകുമ്പോഴത്തിന് എത്രയോ ആളുകൾക്ക് ഓരോ സ്കാനിങ് റിപ്പോർട്ട് കയ്യിൽ കിട്ടി നിൽക്കുകയാണ്. എത്രയോ ആളുകൾക്ക് ഓരോ റിപ്പോർട്ട് കയ്യിൽ കിട്ടി പ്രതീക്ഷയില്ലാത്ത റിപ്പോർട്ട് നോക്കി നിൽക്കുകയാണ്. പ്രതീക്ഷ ഇല്ലെന്ന് ആര് പറഞ്ഞു സഹോദരങ്ങളെ? അതാണ് ഈ വഹീന്റെ പ്രത്യേകത. പ്രതീക്ഷണ്ട്. ഈ ലോകം ഇവിടെ അവസാനിക്കുന്നില്ല, ഈ ജീവിതം ഇവിടെ അവസാനിക്കുന്നില്ല. മരണാനന്തരത്തിലാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത്. ആ ബോധമാണ് ഈ വഹി നമുക്ക് നൽകുന്നത്, ആ പ്രതീക്ഷയാണ്. ഇവിടെ എന്ത് സംഭവിച്ചാലും ഒരു പേടിയും പേടിച്ചണ്ട. ഇതല്ല ജീവിതം. ആ ബോധം എന്താ ഉണ്ടാകാത്ത സഹോദരങ്ങളെ? അത് സഹാബത്തിനുണ്ടായിരുന്നു. നബി അവർക്കത് പഠിപ്പിച്ചു കൊടുത്തു, അവരത് മനസ്സിലാക്കി. നമുക്കെന്താണത് വരാത്തത്? ശരിയായ ജീവിതം തുടങ്ങണ തന്നെ മരണത്തിന് ശേഷമാണ്. അതിലാണ് പ്രതീക്ഷ, അവിടെയാണ് പേടിക്കേണ്ടത്. അത് നമുക്ക് നഷ്ടപ്പെടാൻ പാടില്ല.